അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളത് ഇപ്പൊ ഒരു അത്യാവശ്യമല്ലേ? പിന്നെ നടന് ഇല്ലെങ്കിലും എഴുത്തുകാരൻ ആവശ്യം ഇല്ലെങ്കിൽ സത്യസന്ധമായിട്ട് ഞാൻ പറയട്ടെ, ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒന്നും ഞാൻ തുറന്നു നോക്കില്ലായിരുന്നു. ഈ നെഗറ്റീവും അതും ഇതും കണ്ടുകണ്ടാ നമ്മളും ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളേക്ക് ഇത് ബാധിക്കുന്നുണ്ട് തലച്ചോറിന് അല്ലേ. നമ്മളൊരു 6 സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ അതിലൊരു 3 വാക്ക് 4 ഇത് എപ്പോഴും നെഗറ്റീവും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അവരെ കൊന്നു ഇവരെ കൊന്നു, ഇന്നടി അല്ലെങ്കിൽ മറ്റവര്. പിന്നെ ഇതിൽ വേറൊരു കോമഡി ഉണ്ട്. വേറെ ചില ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ പറയൂലടാ, രണ്ടുപേര് തമ്മിലുള്ള തല്ലുപിടുത്തം പേഴ്സണലി ഇതൊക്കെ എങ്ങനെ അൺഫോളോ ചെയ്തിട്ട് ഇവരൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക. ഞാൻ പറഞ്ഞു പോയിട്ടോ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആവശ്യത്തിന് പ്രശ്നങ്ങളുണ്ടെന്ന്. എനിക്ക് എന്തിനാണ് വല്ലവൻ്റെ പ്രശ്നം? വല്ലവരും മാൽഗുഡീസിൽ മറ്റേ ടൂർ പോയ പൊക്കോട്ടെ, എന്നെ എന്തിനാ കാണിക്കുന്നത്? പിന്നെ ഇപ്പൊ ചില ആൾക്കാർ ആക്സിഡന്റുകളൊക്കെ കാണിക്കാൻ തുടങ്ങി. അത് ഭയങ്കര ലൈവായിട്ട്. പണ്ടൊക്കെ നമ്മളത് ഹൈഡ് ചെയ്തിട്ടല്ലേ കാണിക്കുക. പണ്ട് എനിക്ക് ഞാൻ ചിലപ്പോ അമ്മാവനായി പോവും, എന്നാലും പണ്ട് ഇതിലുണ്ടാക്കിയതല്ലേ പറഞ്ഞാൽ പണ്ട് നമുക്കൊരു വീട്ടിലൊരു തല്ലോ പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോ ആദ്യം ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ ആളുകൾ പോയിട്ട് ഡോറിന്റെ അവിടെ നിൽക്കും, എന്നിട്ട് ആരെങ്കിലും നോക്കുന്ന ഡോർ അടയ്ക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഇപ്പൊ തല്ലൊക്കെ ഒരു സീരീസ് ആയി കിട്ടും, കോണ്ടന്റ്. അത് അല്ല ഞാൻ പറയുന്നറിയോടാ, ഇതിന്റെ എഴുത്തുകാരൻ എന്ന രീതിയിൽ ഇതിന്റെ കൂടെ നിന്നേ പറ്റുള്ളൂ. കാരണം ഇപ്പോഴത്തെ ഈ ജെൻസി അല്ലെങ്കിൽ ഈ പറയുന്ന ആൽഫ ബീറ്റ പിള്ളേരായിട്ട് അവര് ഞാൻ പറഞ്ഞ പോയിട്ട് അതിനൊക്കെ, അതായത് പുതിയൊരു ഇതിന്റെ അവര് മറ്റേ ഇങ്ങനെ കാണിക്കണത് എന്തിനാണ്, അല്ലെങ്കിൽ അവരുടെ പൂക്കി എന്താണ്, അങ്ങനെയുള്ളത് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നാളെ എഴുതുമ്പോ അത് നമ്മളെ നല്ല രീതിയിൽ ബാധിക്കും. കാരണം എനിക്കൊരു യൂത്തിന്റെ കഥ എഴുതുമ്പോ ഞാൻ പഴയ 90s എഴുതിയിട്ട് കാര്യമില്ലല്ലോ. അത് അവന്റെ വൈബില് അവൻ എന്താണ് ഇപ്പൊ പെരുമാറുന്നത്, അവൻ ഇപ്പോഴത്തെ ഒരു ബ്രേക്കപ്പ് അവൻ എങ്ങനെയാണ്, അതുപോലും നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായി? അതിനൊരു എവല്യൂഷൻ ഉണ്ടല്ലോ. ഇപ്പൊ ആദ്യമാണെങ്കിൽ ഡി പി കറുപ്പാക്കലായിരുന്നു, ഇപ്പൊ പിന്നെ സ്റ്റോറി ഇടലായി, മാറിക്കൊണ്ടിരിക്കും. കുട്ടികളുടെ ഡി പി എങ്ങനെയായിരുന്നു തുടക്കത്തിൽ ഫേസ്ബുക്ക് വന്നപ്പോൾ? പൂമ്പാറ്റ, പൂച്ചക്കുട്ടി, പൂമ്പാറ്റ ഒക്കെ വന്നിട്ട് അവരുടെ മുഖമായി അതിപ്പോ മാറി അങ്ങനെ. അത് നമ്മള് കൂടെ അതിന്റെ ഒപ്പം സഞ്ചരിച്ചേ പറ്റുള്ളൂ. എത്ര എഴുതിയ സ്ക്രിപ്റ്റ് ഉണ്ട് ഇപ്പൊ? കൃത്യം പറഞ്ഞാല് 3 എണ്ണം ഫുൾ ബോണ്ട് സ്ക്രിപ്റ്റ് ഉണ്ട്. 3 സ്ക്രിപ്റ്റ് റെഡിയാണ്. 2 എണ്ണം ആർട്ടിസ്റ്റുകളുടെ പുറകെയാണ്. ഒരെണ്ണം ഞാൻ തന്നെ അഭിനയിക്കാനുള്ള പരിപാടിയാണ്. ബെസ്റ്റ് നല്ല സാധനം. അങ്ങനെയല്ല, ആരും വിളിക്കാത്തൊരു സന്ദർഭത്തിൽ ഞാൻ തന്നെ അയ്യോ എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു ഐറ്റം നമ്മൾ കയ്യിൽ വെച്ചേക്കണം. ഞാൻ പറഞ്ഞില്ലേ അതിജീവനം, അതിനുവേണ്ടി മാറ്റി വെച്ചേക്കുന്നതാണ്. എനിക്ക് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് 2 കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നീ ചോദിച്ചു, എനിക്ക് ഓർമ്മയില്ല. ഈ അമറക് ബ്രാൻഡണിയില് അന്നത്തെ കേരളത്തിന്റെ സിറ്റുവേഷൻ വാസ് കുറേ ജോലികളുണ്ട്, പക്ഷെ ആളുകൾക്ക് ഏത് ചൂസ് ചെയ്യണമെന്ന് അറിയില്ലാത്തൊരു ചെറുപ്പക്കാരായിരുന്നു. അതൊക്കെ ഇപ്പൊ മാറി. അല്ല, ജോലിയുണ്ട്, കിട്ടിയ ശമ്പളത്തിൽ തൃപ്തരല്ലാത്ത ആയിരുന്നു. അപ്പൊ രണ്ടാമത്തേലപ്പോ ശരിക്കും ആ സിറ്റുവേഷൻ കഴിഞ്ഞു പോയല്ലോ. അപ്പൊ രണ്ടാമത്തേല് നിങ്ങളിപ്പോ ആ കഥ എങ്ങനെ കൊണ്ടുപോകും? അത് വല്ലാത്തൊരു പ്രശ്നമല്ല ശരിക്കും. അതില് നീ ആ തൊഴിൽ എന്നുള്ളത് വിട്ടിട്ട് ഇപ്പൊ എല്ലാവർക്കും തൊഴിലവസരങ്ങൾ കൂടുതലാ, പണ്ടത്തെ പോലെ അല്ല. അതായത് വളരെ റെസ്പെക്ട്ഫുള്ളി പറയാണ്, നമ്മുടെ ഇവിടെ ഫുഡ് ഡെലിവറി ചെയ്യുന്ന ആളുകൾ വരെ കൃത്യമായിട്ട് ഞാൻ അവരോട് ചോദിക്കാറുണ്ട് എത്ര രൂപ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത്. കൃത്യമായിട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു വൈറ്റ് കോളർ ജോബ് മേടിക്കുന്ന അതേ പൈസയിലേക്ക് ഇവർക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പൊ ജോബ് ഓഫർ ഉണ്ട്, പക്ഷെ നമ്മളുടെ കഥ നിൽക്കുന്നത് എവിടെയാണ്? കഥ എന്തായിരുന്നു? ഇവരൊരു സ്ഥലത്ത് പോകാൻ ആഗ്രഹിച്ചു അല്ലേ? അതെ, ആ പോക്ക് തന്നെയാണല്ലോ വീണ്ടും നമ്മൾ ശ്രമിക്കേണ്ടത്. അവിടെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും? അവിടെയല്ലേ നമ്മൾ പിടിക്കേണ്ടത്. പിന്നെ ഇവർക്ക് തിരിച്ചു പോരെങ്കിലോ അത് പറ്റില്ലെങ്കിലോ? ഞാൻ വെറുതെ പറഞ്ഞാണ്, ഞാൻ പ്ലാൻ ഒന്നും ഇല്ല, അല്ല ഞാൻ പറഞ്ഞാണ്. അടിപൊളി. ഇത് കേട്ടിട്ട് മറ്റവര് വിളിച്ച് ഡേറ്റ് തരട്ടെ. രാജുവേട്ടനൊക്കെ മണിരത്ന ഒരു സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എല്ലാത്തിനും സിനിമയില വർക്ക് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് അഭിപ്രായം ചോദിക്കരുത്. വി ആർ നോട്ട് ദാറ്റ് ഇന്റലിജന്റ്. നമ്മൾക്ക് ഒരു ക്രാഫ്റ്റ് നന്നായിട്ട് അറിയാവുന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ നടക്കുന്ന വിഷയങ്ങളിലും ഒരു അഭിപ്രായം പറയണമെന്ന് നിർബന്ധമില്ല എന്ന്. ഒരു റീസെന്റ് ആയിട്ടുള്ള സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറി അങ്ങനത്തെ കാര്യങ്ങളോട് ഷട്ട് ഡൗൺ ചെയ്തോ? ഇല്ല, എനിക്ക് അറിയുന്ന കാര്യങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. എന്റെ ഇന്റലിജൻസിന്റെ അകത്ത് നിൽക്കുന്ന കാര്യങ്ങൾ, എന്റെ അഭിപ്രായങ്ങൾ എനിക്ക് പറയാം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിനോട് താങ്കൾ യോജിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ താങ്കൾ അഭിപ്രായമായിട്ടോ അല്ലെങ്കിൽ അത് വിമർശിച്ചിട്ടോ താങ്കൾക്ക് പറയാം. ചീത്ത വിളിക്കുന്നത് ഒരു നല്ല കാര്യമാണോ എന്നുള്ളത് അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ബട്ട് അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ. പിന്നെ ഇന്റലിജൻസ് എന്ന് പറയുന്നത്
ഇറ്റ്സ് ഡിഫറെന്റ്. ചിലപ്പോൾ എനിക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കില്ല താങ്കൾക്ക് അറിയുന്നത്. ആ ആ ഇന്റലിജൻസ് നമ്മൾ എന്ത് വെച്ചിട്ട് അളക്കുന്നത് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ഓക്കെ ഞാൻ ഇന്റലിജന്റ് ആണോ അല്ലേ എന്നുള്ളത് താങ്കൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? എങ്ങനെയാണ് അത് നിന്റെ ബുദ്ധി വെച്ചിട്ട് നീ മനസ്സിലാക്കുന്നത്. അത് താങ്കളുടെ പാരാമീറ്റർ മാറുമല്ലോ അല്ലേ? പെർസ്പെക്റ്റീവ് മാറും, പെർസ്പെക്റ്റീവ് മാറും. പാരാമീറ്റേഴ്സ് മാറും. പിന്നെ ഒരാൾക്കൊരു കാര്യം അറിയില്ല, എനിക്കൊരു കാര്യം അറിയില്ല എന്നുള്ളത് അംഗീകരിക്കാൻ എനിക്ക് ഒരു മടിയില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുന്നതിന് ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം തെറ്റിപ്പോയി, ഇത് ചിലപ്പോൾ സ്നീക്കേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഇതിന് കോൺവേഴ്സ് എന്നായിരിക്കും പറയുന്നത്. അപ്പൊ പറഞ്ഞത് തെറ്റിപ്പോയി ഒരാൾ എന്നെ കളിയാക്കി എനിക്ക് അതിൽ ഒരു കുഴപ്പമില്ല. കാരണം എനിക്കതൊരു പഠനമാണ്, ഞാൻ പുതിയൊരു കാര്യം പഠിക്കുകയാണ്. അപ്പൊ അത് അയാൾക്ക് അതിനുള്ള വിവരമില്ലാതെ ഞാൻ ചിന്തിക്കുള്ളൂ എന്റെ മൈൻഡില്. ഞാൻ ആ സാധനം പഠിക്കുകയാണ്, എനിക്കത് അറിയാഞ്ഞിട്ടാണ് ഞാനത് അങ്ങനെ പറയുന്നത് എന്നുള്ളത് മറ്റേ വ്യക്തിയാണ് ശരിക്കും മനസ്സിലാക്കേണ്ടതെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ആ രീതിയിലാണ് എടുക്കുന്നത്. എന്നോട് അഭിപ്രായം ചോദിക്കുന്ന കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ പറയും. കൂടുതൽ എന്താ വാല്യൂ അഡിഷൻ എന്നുള്ള രീതിയിൽ ചെയ്യുക ആസ് എ ഹീറോ ബിബിൻ ജോർജിന്? നടൻ എന്ന രീതിയിൽ ഭയങ്കരമായ ഒരു മാറ്റം ഉണ്ടാകും, അതിനെപ്പറ്റി ആളുകൾ പറയും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നടൻ എന്ന രീതിയിൽ ഒരു വ്യത്യസ്ത പരിപാടി ഉണ്ട് പടത്തിൽ. അതെന്താണെന്നുള്ളതാണ് നമുക്ക് പടത്തിൽ കാണേണ്ടത്. ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. അത് ഞാൻ കുറച്ചുകൂടി സ്പെസിഫിക്കലി ചോദിക്കാം. ഇപ്പോൾ ഫഹദ് കുറെ കാലമായിട്ട് അർബൻ റോഡുകളാണ് ചെയ്തായിരുന്നത്. മഹേഷ് പ്രതികാരം വന്നപ്പോൾ പിന്നെ ആൾക്ക് നാടനും പറ്റും എന്നുള്ളൊരു ഭയങ്കര ക്യാഷ് പോയിന്റ് ഉണ്ടായിരുന്നു അതിന്. കൂടുതൽ അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക്കലി ആയിട്ട് അങ്ങനെ പറയാൻ പറ്റുമോ? അർബനും റൂറലും അല്ലേ ഇതിൽ? ഞാനെന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് എനിക്ക് ചെയ്യാവുന്ന പരിധിക്ക് മുകളിൽ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് ഡീറ്റെയിൽ ആയി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും. ഇതാണ് വളരെ സിമ്പിൾ ആയിട്ട്. നിനക്കും കണ്ടു കഴിയുമ്പോൾ ബിബിൻ ചേട്ടാ കൊള്ളാട്ടോ എന്ന് തോന്നുന്ന എന്നാൽ ഒരു ആർട്ടിസ്റ്റ് ചെയ്യാൻ കൊതിക്കുന്ന രീതിയിലുള്ള ഒരു ഐറ്റം ഉണ്ട് പടത്തിൽ. അത് കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. എനിക്ക് എപ്പോഴും നല്ല പാട്ട് കിട്ടാറുണ്ട്, അതേപോലെ ഈ ക്യാരക്ടർ. ലാസ്റ്റ് ചോദ്യം, തുടരുന്ന സിനിമ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലാലേട്ടൻ്റെ ഒരു ഐക്കോണിക് ജമ്പ് ഉണ്ട്. അത് കാണുമ്പോൾ എല്ലാ ലാലേട്ടൻ ഫാനിനും ഭയങ്കര ആവേശം തോന്നുന്നുണ്ട്. നമ്മുടെ കൂടെ സിനിമയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരില്ല, അപ്പം അവരൊക്കെ കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു സാധനമാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇൻഡസ്ട്രിയിൽ മൊത്തമായിട്ട് അറിയാം ബിബിൻ ജോർജിന്റെ മിഷൻ ഉണ്ണികൃഷ്ണൻ കുറേ കാലമായിട്ട് ലാലേട്ടന് വേണ്ടിയിട്ട് ഒരു സാധനം എഴുതുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ എഴുതുമ്പോഴും അങ്ങനെ ഒരു ഫാൻ ബോയ് സംഭവമായിരിക്കുമോ? എന്താ ചെയ്യുക? ഫാൻ ബോയ് സംഭവം തന്നെയായിരുന്നു എഴുതിയത്. ഞങ്ങൾ ലാലേട്ടന് വേണ്ടി എഴുതിയല്ലോ, കൊണ്ടേക്ക് ഏൽപ്പിച്ചു. പക്ഷെ അത് വർക്കായില്ല. സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്, ഒരാൾക്ക് ഇഷ്ടപ്പെട്ടാലല്ലേ അല്ലേ? അപ്പൊ ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? ഇനിയും ശ്രമിക്കും. അങ്ങനെ തന്നെ. അത് ഇപ്പൊ ഒരു വ്യത്യാസം ഇവര് പറഞ്ഞതിൽ എനിക്ക് മനസ്സിലായതേ, ആന്റണി ചേട്ടനൊക്കെ ഒരു കാര്യം പറഞ്ഞു. അതായത് എപ്പോഴും എഴുത്തുകാർ കൊണ്ടുവരുമ്പോൾ ലാലേട്ടൻ എന്ന് പറയുന്ന പുള്ളിയുടെ ഓറയും പുള്ളിയുടെ ഈ മാസ് ഓറയും വെച്ചിട്ടാണ് ഓൾറെഡി പ്രീ പ്ലാൻ ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പൊ അതില് അദ്ദേഹത്തിന് എക്സൈറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ ഉണ്ടാവില്ല. ശരിയാണ്, കാരണം അദ്ദേഹം ചെയ്ത പരിപാടികൾ തന്നെ ആയിരിക്കും നമ്മൾ പറയുന്നത് എന്നുള്ളതാണ് സത്യമാണ്. അപ്പൊ ഇനി വരുമ്പോ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സാധനമായിട്ട് ചെല്ലണം എന്നുള്ളത് തന്നെയാണ്. ഇതിപ്പോ മമ്മൂക്കയാണെങ്കിലും ലാലേട്ടനായാലും നമുക്ക് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഇത്രയും വലിയ ലെജൻഡുകൾ അവരെ വെച്ചിട്ടൊരു പടം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. ശ്രമങ്ങൾ തുടരും. ആ തുടരിന്റെ ഒപ്പം നമ്മളുടെ ഒരു കൂട്ടും കൂടും. തിയേറ്ററിൽ നിന്ന് ആളുകൾ സിനിമ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു യൂഫോറിയ ഉണ്ട്, അത് വേറെ തന്നെയാണ്. അത് കൂടുതൽ വർക്കാവട്ടെ. ആൻഡ് നിങ്ങൾക്ക് രണ്ടുപേരും ജനങ്ങൾ കൂടട്ടെ. ആൻഡ് എനിക്കൊന്ന് 150 ദിവസം വരെ 100 ദിവസം വരെ ഓടിയിട്ടുണ്ടായിരുന്നു പഴയ ബോംബ് കഥ. 100 ദിവസവും പോസ്റ്റർ ഒട്ടിക്കുമ്പോൾ പോയി നോക്കിയിരുന്ന ഒരു ബിബിൻ ജോർജില്ല ആവേശത്തോട് കൂടിയിട്ട് അതിന്റെ ഒരു വേർഷൻ റിപ്പീറ്റ് ആവട്ടെ. ഇതിനൊരു അർഹതയുണ്ട് ഈ സിനിമയ്ക്ക്. അതൊന്ന് തിരിച്ചറിഞ്ഞാൽ മതി ഓഡിയൻസ്. ഇതിന്റെ ഒരു അർഹത തിരിച്ചറിഞ്ഞാൽ മതി. ഇവര് ഈ ഗുമസ്തലിലാണെങ്കിൽ പോലും നമുക്കൊരു നല്ല പടം എന്നുള്ള ഒരു പേര് വന്നല്ലോ, അതേപോലെ ഒരു പേര് വന്ന് ആളുകളുടെ ഇടയിൽ കുറച്ച് സംസാരം ഉണ്ടാവുക, ബാക്കി കാര്യങ്ങള് പ്രൊഡ്യൂസറിനൊന്ന് അത്രയൊക്കെ തന്നെ ഉള്ളൂ. താങ്കൾ സിനിമ കാണണം കേട്ടോ. അവനെ എല്ലാ പടം കാണുന്നു.